നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഗംഗാമയ്യ എന്ന പാഠഭാഗത്തിൽ ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ പ്രവാഹത്തെക്കുറിച്ചും അവർ രണ്ടുപേരും ഒഴുകി അവസാനം കടലിൽ ചെന്ന് ചേരുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഈ നദികൾ പല സ്ഥലങ്ങളിൽ പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നതായിട്ടും അല്ലേ, ചിലയിടത്ത് പദ്മ എന്നാണെങ്കിൽ ചിലയിടത്ത് മേഘന എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുവെന്നും പറഞ്ഞു. നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. യഹ് അനേകമുഖി ഗംഗ കഹാൻ ജാതി ഹെ. ഈ ലേഖകൻ നമ്മളോട് പറയുകയാണ്, ഈ അനേകം മുഖങ്ങളുള്ള ഗംഗ എങ്ങോട്ടേക്കാണ് പോകുന്നത്? സുന്ദർ വൻമേ ബേന്ത് കെ ഝുണ്ട് ഉഗാനെ. ബേന്ത് എന്ന് പറഞ്ഞാൽ ചൂരൽ, ബേന്ത് കെ വൻ ചൂരൽ വനങ്ങൾ. അപ്പോൾ ഈ സുന്ദരമായ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ചൂരൽ വനങ്ങളിൽ വീണ്ടും അവ ഉഗാനെ, വീണ്ടും അവ മുളപ്പിക്കാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പോവുകയാണോ ഗംഗ? അതോ സാഗർ പുത്രോം കി വാസനാക്കോ തൃപ്ത് കർ ഉൻക ഉദ്ധാർ കർണേ. അതോ സാഗർ, അതായത് കടലിൻ്റെ വാസന, അതിൻ്റെ മോഹങ്ങളെ, കടലിൻ്റെ മോഹങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തി ഉൻക ഉദ്ധാർ കർണ, അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണോ? അത് ആജ് ജാക്കർ ആപ്പ് ദേഖേംഗെ തോ യഹാം പുരാനെ കാവ്യ കാ കുച്ച് ഭി ശേഷ് നഹി ഹോഗ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആജ് ജാക്കർ ദേഖേംഗെ തോ, ഇന്ന് നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗംഗയുടെ തീരത്ത് പുരാനെ കാവ്യ, പഴയ ആ കാവ്യമയമായ കാഴ്ചകളൊന്നും തന്നെ ശേഷ് നഹി ഹോഗ, ശേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവശേഷിക്കുന്നതായിട്ട് കാണില്ല. അപ്പം ഇന്ന് നമ്മൾ ഗംഗാ നദിയുടെ തീരത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പഴയ ആ സൗന്ദര്യം, കാവ്യമയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കവിത തുളുമ്പുന്ന ആ സൗന്ദര്യമൊന്നും ഇന്ന് ഗംഗാ നദിയുടെ തീരത്തിന് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെയോ, ജഹാം ദേഖോ വഹാം പട്സൻ കി ബോരിയാ ബനാനെ വാലി മില്ലേം ഔർ ഐസേ ഹി ദൂസരെ ബേഹുദേ കൽ കാർഖാനെ ദീഖ് പടേങ്കെ. പിന്നെ ഇന്ന് അവിടെ എന്താ കാണാൻ കഴിയുക? പട്സൻ കി ബോരിയാം. പട്സൻ എന്ന് പറഞ്ഞാൽ ചണം, ബോരി ചാക്ക്. അപ്പോൾ പട്സൻ കി ബോരിയാം, ചണത്തിൻ്റെ ചാക്കുകളൊക്കെ നിർമ്മിക്കുന്ന മില്ലുകളും അതുപോലെ കൽ കാർഖാന, മറ്റു ഫാക്ടറികളുമൊക്കെ ആയിരിക്കും ഇന്ന് ഗംഗയുടെ തീരത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ദീഖ് പടേങ്കെ, കാണാൻ സാധിക്കുക. അപ്പോൾ ഇപ്പോൾ പഴയ ആ കാവ്യ സൗന്ദര്യമൊന്നും ഗംഗാ നദിക്ക് അല്ലെങ്കിൽ ഗംഗാ നദിയുടെ തീരത്തിന് ഇല്ല. ഇന്നവിടെ പഴയ സൗന്ദര്യമൊന്നും ഇല്ലാതെ വലിയ വലിയ മില്ലുകളും ഫാക്ടറികളുമൊക്കെ വളർന്ന് കഴിഞ്ഞിരിക്കുന്നു. ജഹാസ് സെ ഹിന്ദുസ്ഥാനി കാരീഗരി की असंख्य वस्तुएं हिंदुस्तानी जहाज से लंका या जावा द्वीप तक जाती थी. മാത്രമല്ല ഹിന്ദുസ്ഥാനി കാരീഗരി, നമ്മുടെ ഇന്ത്യയിലെ കാരീഗരി ശില്പികൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിർമ്മിക്കുന്ന അസംഖ്യം വസ്തുക്കൾ, നമ്മുടെ ഭാരതത്തിൽ നിർമ്മിച്ചിട്ടുള്ള അസംഖ്യം വസ്തുക്കൾ ഹിന്ദുസ്ഥാനി ജഹാജ്, നമ്മുടെ ഭാരതത്തിലെ ജഹാജ് കപ്പലുകൾ വഴി ലങ്ക അതുപോലെ ജാവ തുടങ്ങിയിട്ടുള്ള ദ്വീപുകളിലേക്കൊക്കെ ജാതി പോകുന്നു. അപ്പോൾ അവിടേക്കൊക്കെ കയറ്റി അയക്കപ്പെടുന്നു നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ. അതുപോലെ ഉസി രാസ്തേസെ, ഈ കയറ്റി അയക്കപ്പെടുന്നത് പോലെ തന്നെ വിലായത്ത് വിദേശത്തു നിന്നും, ജപ്പാൻ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആഗ് ബോട്ടോംസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ബോട്ടുകളിലും വലിയ വലിയ കപ്പലുകളിലുമൊക്കെ വിദേശി കാർഖാനോമേ ബന ഹുവ, വിദേശത്ത് ഉള്ള കാർഖാന ഫാക്ടറികളിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ബദ്ധ മാൽ, പാഴ്വസ്തുക്കൾ. അപ്പോൾ വിദേശത്ത് നിർമ്മിച്ചിട്ടുള്ള, അവരുടെ നാട്ടിൽ നല്ലതെടുത്തിട്ട് ബാക്കി പാഴ്വസ്തുക്കളൊക്കെ നമ്മുടെ ഹിന്ദുസ്ഥാൻ കെ ബാസാർ, നമ്മുടെ ഇന്ത്യയിലെ അങ്ങാടികളിൽ വന്ന് കൊണ്ട് വിൽപ്പനയ്ക്കായിട്ട് ആത്തി വരുന്നത് ദിഖായി ദേത്തി, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. പകരം വിദേശത്ത് നിന്നും അവിടുത്തെ ബദ്ധാമാൽ എന്ന് പറഞ്ഞാൽ പാഴ്വസ്തുക്കൾ നമ്മുടെ ഇന്ത്യയിലെ വിപണിയിൽ വന്ന് അത് നമ്മുടെ വിപണിയെ കീഴടക്കുന്നു, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടവരായി മാറുന്നു. गंगा मैया पहले की ही तरह हमें अनेक प्रकार की समृद्धि प्रदान करती जाती है. ഗംഗാ മയ്യ, നമ്മുടെ ഗംഗാ മാതാവ് പഹലെ കി തരഹ്, പഴയതുപോലെ തന്നെ നമുക്ക് അനേക പ്രകാർ കി സമൃദ്ധി, പലതരത്തിലുള്ള സമൃദ്ധികളും പ്രധാൻ കർത്തി ജാതി, നൽകി വരുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ തന്നെ ഗംഗയുടെ തീരങ്ങളൊക്കെ മാറിപ്പോയെങ്കിലും ഗംഗാ നദി പഴയതുപോലെ തന്നെ നമുക്ക് മനുഷ്യ സമൂഹത്തിന് ഒരുപാട് സമൃദ്ധി നൽകുന്നുണ്ട്. കിന്തു ഹമാരെ നിർഭൽ ഹാത്ത് ഉസ്കോ ഉഠാന ഹി സക്തെ. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഹമാരെ നിർഭൽ ഹാത്ത്, നമ്മുടെ മനുഷ്യരുടെ നിർബൽ ഹാത്ത്, ബലമില്ലാത്ത കൈകൾക്ക് ഉസ്കോ ഉഠാന ഹി സക്തെ, ആ ഗംഗാ നദിയെ ഉഠാന ഹി സക്തെ, ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഗംഗാ നദി നമുക്കിപ്പോഴും ഒരുപാട് സമൃദ്ധികൾ പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ നൽകി വരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ഗംഗാ നദിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അല്ലെങ്കിൽ ഗംഗാ നദിയെ വീണ്ടും ജീവനുള്ളതാക്കി മാറ്റാൻ സാധിക്കുന്നില്ല.
ഗംഗാ മയ്യ യഹ് ദൃശ്യ ദേഖന തേരി കിസ്മത്ത് മേ കബ് തക് ബദാ ഹെ. എന്നിട്ട് പറയുകയാണ് ലേഖകൻ, അയ്യോ ഗംഗാ മയ്യ, അല്ലയോ ഗംഗാമാതാവേ, ഇനി തേരി കിസ്മത്ത്, നിൻ്റെ ഈ ഭാഗ്യം, അല്ലെങ്കിൽ നിനക്ക് ഭാഗ്യം തെളിയുന്ന, അല്ലയോ ഗംഗാനദി, നിനക്കൊരു ഭാഗ്യം തെളിയുന്ന ഒരു ദിവസം, ഹമേം കബ് ദൃശ്യ ദേഖ, ആ ദൃശ്യം ഞങ്ങൾക്ക് എപ്പോഴാണ് ഒന്ന് കാണാൻ കഴിയുക? അല്ലയോ ഗംഗാനദി, നിങ്ങൾക്ക് സൗഭാഗ്യം വരുന്ന ഒരു ദിവസം വീണ്ടും എന്നാണ് ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയുക? എന്നാണ് വീണ്ടും ആ പഴയ സമൃദ്ധിയോടുകൂടി നിങ്ങളെ ഒന്ന് കാണാനാവുക എന്ന് ലേഖകൻ ഗംഗാനദിയോട് ചോദിക്കുകയാണ്. ഇത്രയാണ് ഗംഗാമയ്യ എന്ന ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഗംഗാനദിയുടെ വിവിധ രൂപഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുരാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉള്ള, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു നദിയാണ് ഗംഗാനദി. കാരണം ആര്യ സംസ്കാരത്തിൻ്റെ മാതാവാണ്, ഭീഷ്മർക്ക് ജന്മം നൽകിയ അമ്മയാണ് എന്നൊക്കെയാണ് പുരാണത്തിൽ ഗംഗാനദിയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഗംഗാനദി എല്ലാ തരത്തിലും നമ്മുടെ ഭാരത സംസ്കാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നദിയാണ്. ഇതാണ് കാക്കാ കാലേൽക്കറിൻ്റെ ഗംഗാമയ്യ എന്ന ഈ നിബന്ധ. അപ്പോൾ ഈ ഒരു പാഠഭാഗം നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഇതിൻ്റെ പാഠസാർ എന്നുള്ള ഒരു ഭാഗം കൂടി ഞാനൊന്ന് ഇതോടൊപ്പം നിങ്ങൾക്ക് ചേർത്ത് തരുന്നതുണ്ട്. അപ്പോൾ ആ പാഠസാർ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഗംഗാ മയ്യ കാക്കാ കാലേൽക്കർ ദ്വാര രചിത് ഏക് ലളിത് നിബന്ധ ഹെ. गंगा मैया काका कालेलकर द्वारा रचित एक ललित निबंध है. इस निबंध में गंगा के माध्यम से काका कालेलकर भारतीय इतिहास, संस्कृति तथा भौगोलिक विविधता को प्रस्तुत करते हैं. अब इवड़े गंगा मैया काका कालेलकर द्वारा रचित एक ललित निबंध है. इस निबंध में गंगा के माध्यम से काका कालेलकर भारतीय इतिहास, संस्कृति तथा भौगोलिक विविधता को प्रस्तुत करते हैं. वे गंगा को भीष्म के तत्वज्ञान तथा आर्य जाति के आदर से जोड़ते हैं. इस निबंध में वे गंगा को माता का दर्जा देते हैं. इस निबंध में वे गंगा को माता का दर्जा देते हैं. वे बताते हैं कि गंगा हमारी संस्कृति के साथ साथ हमारी संतति की पोषक भी है. गंगा हमारी संस्कृति के साथ साथ हमारी संतति की पोषक भी है. मेघ धोखा देता तो नदी ही हमारी फसल को पकाती पालती है. इसी गंगा मैया के किनारे आर्यों के साम्राज्य स्थापित हुए और विकसित हुए. गंगा के किनारे आर्यों के साम्राज्य स्थापित हुए और विकसित हुए. गंगा का महत्व केवल फसलों को सींचने, व्यापार, आवागमन आदि के लिए ही नहीं, बल्कि वाल्मीकि, बुद्ध, महावीर, अशोक, समुद्रगुप्त, हर्ष, तुलसी, कबीर आदि से भी है. एक बार भी कहें, गंगा का महत्व केवल फसलों को सींचने, व्यापार, आवागमन आदि के लिए ही नहीं, बल्कि वाल्मीकि, बुद्ध, महावीर, अशोक, समुद्रगुप्त, हर्ष, तुलसी, कबीर आदि से भी है. अपने उद्गल से लेकर सागर में गिरने तक, अपने उद्गल उद्भव स्थान, अपने उद्गम स्थल से लेकर सागर में गिरने तक गंगा ने न जाने कितने नगरों, तीर्थ स्थानों की रचना की है. इतिहास, संस्कृति तथा भूगोल को बड़े सौंदर्यपरक ढंग से इस निबंध में प्रस्तुत किया गया है. इतिहास, संस्कृति तथा भूगोल को बड़े सौंदर्यपरक ढंग से इस निबंध में प्रस्तुत किया गया है. समझा? അപ്പോൾ ഇവിടെ ഗംഗാമയ്യ എന്ന ഈ നിബന്ധ, ഈ ലേഖനത്തിൽ കാക്കാ കാലേൽക്കർ പറയുന്നത് ഗംഗയെ ഭീഷ്മരുടെ അല്ലെങ്കിൽ ആര്യ കുലത്തിൻ്റെ അമ്മയായിട്ടാണ് ലേഖകൻ വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഭാരത സംസ്കാരം അങ്ങനെയാണ് ഗംഗാനദിയെ
പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗയ്ക്ക് മാത അല്ലെങ്കിൽ അമ്മ എന്ന ഒരു സ്ഥാനമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം കൊടുക്കുന്നത്. നമ്മുടെ സംസ്കാരത്തോടൊപ്പം തന്നെ നമ്മുടെ സന്തതി പരമ്പരകളെ കൂടി വളർത്തുന്നതും ഈ ഗംഗാ നദിയാണ്. അതായത് മനുഷ്യൻ്റെ ഓരോ തലമുറയെയും ഇവിടെ നിലനിർത്തി പോരുന്നതും ഈ ഗംഗാ നദി തന്നെയാണ്. മേഘങ്ങൾ ചതിച്ചാലും അല്ലെങ്കിൽ മഴ ചതിച്ചാലും ഈ നദി നമുക്കാവശ്യമായിട്ടുള്ള ഫസൽ, വിളവ്, നമുക്കാവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനുള്ള വിളവ് പക്കാത്തി പാൽത്തിഹെ നൽകി വരുന്നു. അല്ലെങ്കിൽ നമുക്കതിനു വേണ്ടി ഈ നദി ഒരുപാട് സഹായം ചെയ്യുന്നു. മാത്രമല്ല ഈ ഗംഗാ നദിയുടെ തീരത്താണ് ആര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടതും വികസിച്ചതും. ഗംഗാ നദിയുടെ ആര്യ സാമ്രാജ്യം, ആര്യകുലത്തിൻ്റെ മാതാവാണല്ലോ ഗംഗാ നദി. അപ്പോൾ ഈ ഗംഗാ നദിയുടെ തീരത്താണ് ആര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടതും വികസിച്ചു വന്നതും. അതുപോലെ തന്നെ ഈ പുണ്യനദി അല്ലെങ്കിൽ ഈ വിശിഷ്ട നദി വാത്മീകി, ബുദ്ധൻ, മഹാവീരൻ, അശോകൻ, സമുദ്രഗുപ്തൻ, അതുപോലെ ഹർഷൻ, തുളസീദാസ്, കബീർദാസ് തുടങ്ങിയ അനേകം മഹാന്മാരായിട്ടുള്ള മഹത് വ്യക്തികൾക്ക് ജന്മം നൽകിയ, അല്ലെങ്കിൽ അവരൊക്കെ ജന്മം കൊണ്ടത് ഈ ഗംഗാ നദിയുടെ തീരത്താണ് എന്നാണ് ലേഖകൻ പറഞ്ഞു വരുന്നത്. പിന്നെ തൻ്റെ ഉത്ഭവസ്ഥാനം മുതൽ കടലിൽ പതിക്കുന്നത് വരെ ഗംഗാ നദി അനേകം പട്ടണങ്ങളിലൂടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും ഒക്കെ ഒഴുകിയിട്ടാണ് മുന്നോട്ട് വന്ന് കടലിൽ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിഹാസ്, ചരിത്രം, സംസ്കൃതി, നമ്മുടെ സംസ്കാരം, അതുപോലെ തന്നെ ഭൂഗോൾ, നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത, ഇതെല്ലാം ഈ വക കാര്യങ്ങളെയൊക്കെ വളരെ സൗന്ദര്യപരക് ഢംഗ് വളരെ സൗന്ദര്യം അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു രൂപത്തിൽ, വളരെയധികം ആകർഷണീയമായിട്ടുള്ള ഢംഗ്, ഒരു രീതിയിൽ കൂടിയാണ് ഈ നിബന്ധ്, ഈ ലേഖനത്തിൽ നമ്മുടെ കാക്കാ കാലേൽക്കർ പ്രസ്തുത് കിയ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സംസ്കാരം, നമ്മുടെ ചരിത്രം, നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിശേഷതകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും സൗന്ദര്യാത്മകമായ ഒരു രീതിയിലൂടെ ഈ ലേഖനത്തിൽ കൂടെ അദ്ദേഹം നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നു. ഇതാണ് ഈ ഗംഗാമയ്യ എന്ന ഈ ഒരു നിബന്ധ അല്ലെങ്കിൽ ഈ ഒരു ലേഖനത്തിൻ്റെ ഒരു ചുരുക്കം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു പാഠഭാഗം ഇവിടെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പം ബാക്കി നമുക്ക് പുതിയൊരു പാഠം അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. ഓക്കെ, ധന്യവാദ്.